Ramya Harishankar. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ എല്ലാവരും ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം സൈഡിലുള്ള ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ വരും. ബീഫ് ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ നമുക്ക് ആദ്യം അരി ഒന്ന് വേവിച്ചിട്ട് വെക്കണം. ഞാനൊരു പാത്രത്തിലെ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഞാനിവിടെ 1 കപ്പ് ജീരകശാല അരി, ചെറിയ അരിയാണ്, കണ്ടില്ലേ, ജീരകശാല നല്ല ഫ്ലേവറുള്ള അരിയാണ്. അപ്പം 1 കപ്പാണ് എടുത്തിരിക്കുന്നത്. കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിരിക്കുകയാണ്. വെള്ളത്തിൽ ഞാൻ 1 ടീസ്പൂൺ ഓയിലും വെജിറ്റബിൾ ഓയിലും കുറച്ച് ഉപ്പും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി വെള്ളം ഒന്ന് തിളക്കട്ടെ. തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് അരി ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഒരു 3/4 വേവ് ആവുന്നവരെ വേവിച്ചെടുക്കണം. ഈ 1 കപ്പിലാണ് ഞാൻ അരി എടുത്തിരിക്കുന്നത്. ഈ ഒരു കപ്പിലാണ് 1 കപ്പ് അരി എടുത്തിരിക്കുന്നത്. അപ്പം ജസ്റ്റ് അളവ് അറിയാൻ വേണ്ടി കാണിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഏകദേശം ഇതൊരു 380 ഗ്രാം ബീഫാണ്. ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് ആദ്യം ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് ഏകദേശം ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ വെക്കണം. അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കണം. ഏകദേശം ഞാനൊരു 1/4 കപ്പ് 1/4 കപ്പ് തൈര് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിലോട്ട് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ബീഫാണ്, ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ. അപ്പം ഇതിലോട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 കപ്പ് തൈര്, കുറച്ച് ഉപ്പ്, പിന്നെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് കുറച്ച് മുളക് പൊടി. ഇത് കാശ്മീരി മുളകും കുറച്ച് എരിവുള്ള മുളകും കൂടെ ഞാൻ മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുത്തതാണ്. ഇത് ഏകദേശം ഒരു 2-2.5 ടീസ്പൂൺ വരും, അല്ലെങ്കിൽ ഒരു 1/2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ മുളകിൻ്റെ എരിവ് നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇത് പോരാതെ നമ്മൾ പച്ചമുളകും ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പറയാലോ, ഇത് ഈദ് സ്പെഷ്യലാണ് ബീഫ് ബിരിയാണി. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കണം. ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിയ മല്ലിപ്പൊടിയാണ്. സാധാരണ ഞാൻ വീട്ടിൽ തന്നെ പൊടിക്കാറാണ് പതിവ്. ബിരിയാണി ഇത്തിരി ലോങ് പ്രോസസ്സ് അല്ലേ, അറിയാലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കടയിൽ നിന്ന് വാങ്ങിയത് ആഡ് ചെയ്ത് കൊടുത്തു. ഏകദേശം ഒരു 2 സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 2-2.25 സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മാറ്റി വയ്ക്കാം. അരി ഇടാനുള്ള വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അരി കഴുകി വൃത്തിയാക്കിയ അരി വെള്ളത്തിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ഒരു 3/4 വേവ് ആയാൽ മതി. കാരണം ഇത് കഴിഞ്ഞ ശേഷം നമുക്ക് ലെയർ ചെയ്ത് ബാക്കി വേവിക്കാനുണ്ട്. അപ്പോൾ ഒരു 3/4 വേവായി കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്തിട്ട് വെള്ളം വറുത്ത് കളയുക. ഒരു അരിപ്പയിൽ കൂടെ വറുത്ത് കളയുക, അല്ലെങ്കിൽ വെള്ളം മാത്രം കളയുക. എന്നിട്ട് അരി ഒന്ന് ആറാൻ വേണ്ടി വെക്കുക കേട്ടോ. അപ്പം ചോറ് ഞാൻ അപ്പുറത്തെ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചെറിയൊരു ഗരം മസാല ഉണ്ടാക്കാനുണ്ട്. നമുക്ക് ഇത് ബീഫിലോട്ട് ആഡ് ചെയ്യാനുണ്ട്, ലെയർ ചെയ്യുമ്പോൾ ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പം ഞാനൊരു 8-9 ഗ്രാമ്പു ആഡ് ചെയ്ത് കൊടുത്തു. അതേപോലെ ഒരു 8-9 ഏലക്ക, ചെറിയൊരു കഷ്ണം പട്ട, 1/2 ഇഞ്ച് നീളത്തിൽ പട്ട. പിന്നെ ആഡ് ചെയ്യുന്നത് ഒരു ജാതിയുടെ പൂവില്ലേ, ജാതിപത്രിയുടെ പൂവ്, അതും ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല മണം വരും. അത് കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് ചൂടാറിയ ശേഷം മിക്സിയുടെ ജാറിലോട്ട്, കുഞ്ഞി ജാറിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ചൂടാറിയിട്ട് മിക്സിയുടെ ജാറിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തു. ഞാനിതൊന്ന് ഫൈനായിട്ട് പൊടിച്ചെടുക്കാൻ പോവുകയാണ്. എന്നിട്ട് നമുക്ക് ഇതുകൂടെ ഇതിൻ്റെ ഒരു 1/4 ടീസ്പൂൺ പൊടി കൂടെ ഈ ബീഫിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. കണ്ടോ, പൊടിച്ച് എടുത്തിട്ടുണ്ട്. നല്ല ഫൈൻ പൗഡറല്ല, എന്നാൽ പൊടിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഫ്ലേവറൊക്കെ റിലീസ് ആവാൻ പാകത്തിന് പൊടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് ഒരു 2 നുള്ള അല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തു. ബാക്കി പൊടി ഞാൻ ലെയർ ചെയ്യുന്ന സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. അപ്പം ഒരു 1/4 ടീസ്പൂൺ പൊടി ആഡ് ചെയ്ത്, ഗരം മസാലയുടെ പൊടിയും ആഡ് ചെയ്തിട്ട് നന്നായി മാരിനേറ്റ് ചെയ്ത് വെക്കാൻ പോവുകയാണ്. 20 തൊട്ട് ഒരു അരമണിക്കൂർ വരെ വെക്കാം. ഇല്ലെങ്കിൽ തലേദിവസം ഇതേമാതിരി മാരിനേറ്റ് ചെയ്തിട്ട് പിറ്റേ ദിവസം എടുക്കുകയാണെങ്കിൽ ഒരു ക്ലിംഗ് ഫിലിം കൊണ്ടോ ക്ലിംഗ് റാപ്പ് കൊണ്ടോ അല്ലെങ്കിൽ ഒരു പ്ലേറ്റ് കൊണ്ടോ അടച്ചിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിരിക്കും. അതിൻ്റെ മാരിനേഷൻ എല്ലാം നന്നായി പിടിച്ചിട്ട് കറക്റ്റായിട്ട് വരും.
അപ്പോൾ തൽക്കാലം മാറ്റി വെച്ചിട്ട് നമുക്ക് സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞ് തുടങ്ങാം. ഞാനൊരു 2 വലിയ സവാള, ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഒരു 6-7 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്യാൻ പോവാണ്. ചെറിയ പീസസായിട്ട് എല്ലാം ചെറിയ പീസസായിട്ട് കട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ സവാളയും കട്ട് ചെയ്തു, ഇഞ്ചിയും വെളുത്തുള്ളിയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പച്ചമുളക് കൂടെ വേണം. ഒരു 4-5 പച്ചമുളക് എടുക്കാം. പച്ചമുളക് നല്ല എരിവുണ്ടെങ്കിൽ അത് നോക്കണം. ഈ പച്ചമുളക് ഒട്ടും എരിവില്ല, അതുകൊണ്ടാണ് 4-5 എടുത്തത്. അതില്ലേ ചിലതെല്ലാം ചെറുതുമാണ്. അപ്പം വട്ടത്തിൽ അതും അരിഞ്ഞ് വയ്ക്കുക. ചോറ് 3/4 വേവ് ആയിക്കഴിഞ്ഞാൽ വെള്ളം കളഞ്ഞ് ചൂടാറാൻ വെക്കണം. മറക്കരുത്, അത് ശ്രദ്ധിക്കണം. പെട്ടെന്ന് വേവുന്നതാണ് ജീരകശാല അരി. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെ ഒന്ന് ലെയർ ചെയ്ത് തുടങ്ങാനുണ്ട്. കറി ആയിക്കഴിഞ്ഞാൽ, ബീഫിൻ്റെ കറി റെഡി ആയിക്കഴിഞ്ഞാൽ രണ്ടും കൂടെ ലെയർ ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഞാൻ ഒരു കുക്കർ വെച്ചു. പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കുക്കറിലോട്ട് ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച് സവാളയില്ലേ, വളരെ ചെറുതാക്കി വെച്ചതാണ്. 2 സവാള നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു, അത് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എണ്ണ ഒന്ന് ചൂടാവട്ടെ, അല്ല നെയ്യ് ഒന്ന് ചൂടാവട്ടെ. നെയ്യ് ചൂടായിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് സോഫ്റ്റായി വന്നാൽ മാത്രം മതി. ജസ്റ്റ് ഒന്ന് കളർ മാറി, ഒന്നും ലൈറ്റ് ബ്രൗൺ നിറം ഒന്നും ആവണ്ട. ജസ്റ്റ് ഒന്ന് സോഫ്റ്റായി വന്നാൽ മതി. ജസ്റ്റ് ഒന്ന് ട്രാൻസ്ലൂസൻ്റ് ആയിട്ട് വന്നാൽ മാത്രം മതി. ഒന്ന് ഒതുങ്ങി വന്നാൽ മാത്രം മതി, അത്രേ വേണ്ടൂ. അത് കഴിഞ്ഞ ഉടനെ നമുക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി കട്ട് ചെയ്ത് വെച്ചത് ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ അതിൻ്റെ ഒന്ന് പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് തുടങ്ങാം. ഇതൊന്നും സോഫ്റ്റായി വരട്ടെ. പെട്ടെന്നായി കിട്ടാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്നായി കിട്ടും. പിന്നെ ഉപ്പ് ആഡ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം. നമ്മൾ മാരിനേഷനിൽ ഓൾറെഡി ബീഫിൽ മാരിനേഷൻ ചെയ്യുമ്പോൾ കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടോ, സവാളയൊന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് അരിഞ്ഞ് വെച്ച പച്ചമുളക്, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് പച്ചമണം മാറണം. കുറച്ച് ലോങ് വീഡിയോ ആണ്, അറിയാം. ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ സ്റ്റെപ്പും കാണണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പം പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിലോട്ട് ഒരു മീഡിയം സൈസ് തക്കാളി, അല്ലെങ്കിൽ ഒരു ചെറിയ തക്കാളി മതിയാവും, തക്കാളി കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തക്കാളി ഒന്ന് സോഫ്റ്റായിട്ട് വരട്ടെ. ഒരുപാട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ എന്തായാലും പ്രഷർ കുക്കറിലോ എല്ലാം ഒന്നിച്ചിട്ടിട്ട് പ്രഷർ കുക്ക് ചെയ്യാൻ പോവുകയാണ്. ഞാൻ അതിലോട്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. വളരെ കുറച്ച് ഉപ്പ്. ശ്രദ്ധിക്കണം, നമ്മൾ മാരിനേഷനിൽ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അരി വേവിക്കാൻ, ജീരകശാല അരി വേവിക്കാൻ വയ്ക്കുമ്പോഴും ആ വെള്ളത്തിലും കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആലോചിച്ചിട്ട് ഉപ്പ് നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടോ, വളരെ കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടെല്ലാം ഒന്ന് മിക്സ് ചെയ്യുക. തക്കാളി ഒന്ന് ഒതുങ്ങി വന്നിട്ടുണ്ട്, ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും. ഇനി ഞാൻ നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ച മസാല ഒരു 20-25 മിനിറ്റ് ആയിട്ടുണ്ട് ഇത്. അപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ തൈര്, ഉപ്പ്, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെന്താ ഇട്ടത്, മഞ്ഞൾപ്പൊടി, ഇത്ര ഇട്ടിട്ടാണ്. പിന്നെ കുറച്ച് നമ്മൾ മിക്സിയിൽ പൊടിച്ച് വെച്ച ഗരം മസാല ഇത്ര ഇട്ടിട്ടാണ് നമ്മൾ മാരിനേഷൻ ചെയ്തത്. അപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുത്തു. എല്ലാം ഒന്ന് ആദ്യം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് നമ്മൾ മാരിനേഷൻ ചെയ്യാൻ വെച്ച പാത്രത്തിൽ തന്നെ കുറച്ചുകൂടെ മസാല ആയിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. ബീഫിന് ആക്ച്വലി മസാല വെള്ളം ആവശ്യമില്ല, ഇതിൽ തന്നെ വെള്ളം ഇറങ്ങും. പക്ഷെ എന്നാലും ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, ഒരു 2 ടേബിൾ സ്പൂൺ വരുന്ന മാതിരി. ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് പെരിഞ്ജീരകത്തിൻ്റെ പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. വളരെ കുറച്ച്, ഒരു 1/2 ടീസ്പൂൺ, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്.
അപ്പം അതും ആഡ് ചെയ്തിട്ട് അതിൻ്റെ കൂട്ടത്തിൽ നമുക്കൊരു 10 ചെറിയുള്ളി, ഞാൻ ചെറുതാണ്, ചെറിയുള്ളി തന്നെ ഇത് വളരെ ചെറുതാണ്, ഒരു 10 എണ്ണം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഹോളായിട്ട് കട്ട് ചെയ്തിട്ടൊന്നുമില്ല, ഇങ്ങനെ ഹോളായിട്ട് തന്നെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതൊരു എക്സ്ട്രാ ടേസ്റ്റ് വരും. എന്നിട്ട് എല്ലാം ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം. എല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇനി കുക്കർ അടച്ചിട്ട് ഒരു 4-5 വിസിൽ, ഓരോ കുക്കറും ഓരോ പോലെ ഇരിക്കും. എന്തായാലും ബീഫ് നന്നായി ഒന്ന് വേവണം. അപ്പം അതേമാതിരി ഒരു 3-4 വിസിൽ വരുന്നവരെ കുക്കർ അടച്ച് വേവിക്കാൻ വയ്ക്കുക. ആ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ റെഡിയാക്കാം. അരി എന്തായാലും ഞാൻ വേവിച്ചിട്ട് വാർക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഒരു 10-15 ഞാൻ കിസ്മിസ് എടുത്തിട്ടുണ്ട്. അതല്ലാതെ ഒരു 10 കാഷ്യൂനട്ടും. ഇത് രണ്ടും കൂടെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ നല്ല പേസ്റ്റ് ആക്കിയിട്ട് എടുക്കാൻ പോവുകയാണ്. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ട് എടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് കുക്കർ തുറന്ന ശേഷം, മീൻസ് കുക്കർ വിസിലെല്ലാം വന്ന് പ്രഷറെല്ലാം റിലീസായ ശേഷം നമുക്ക് തുറന്നിട്ട് ഈ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് തിളപ്പിക്കണം. അതിന് വേണ്ടിയിട്ടാണ്. ഇതൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് വരാം. കണ്ടോ, പേസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ കുക്കറും ബീഫും വെന്തിട്ട് എല്ലാം പ്രഷറെല്ലാം പോയിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് കുക്കർ തുറന്നിട്ട് നമ്മൾ അരച്ച് വെച്ച പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ബീഫെല്ലാം വെന്തിട്ടുണ്ട്. ഓരോ ഞാൻ പറഞ്ഞില്ലേ, ഇത് വിസിൽ നോക്കിയിട്ട് വരണം. ചിലപ്പോൾ 3 വിസിൽ മതിയാവും, ചിലപ്പോൾ 4 വിസിൽ വേണ്ടി വരും, ചിലപ്പോൾ 5 വിസിൽ വേണ്ടി വരും. അത് ഓരോ കുക്കർ അനുസരിച്ചിട്ടാണ്. അപ്പം ബീഫ് എന്തായാലും വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ അരച്ച് വെച്ച കിസ്മിസും കാഷ്യൂനട്ടിൻ്റെയും പേസ്റ്റ് അരച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചെറിയൊരു സ്വീറ്റ്നെസ് വരും ബിരിയാണിക്ക്, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതും ആഡ് ചെയ്തിട്ട് എന്നിട്ട് വീണ്ടും ഞാൻ ഒന്നുകൂടെ അടുപ്പ് കത്തിച്ചിട്ട് ഒന്നുകൂടെ തിളപ്പിക്കാൻ വയ്ക്കുകയാണ്. വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം, വെള്ളം ഒട്ടും ഇല്ലെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഞാൻ കുറച്ചൊരു തുള്ളി വെള്ളം ഒഴിച്ചായിരുന്നു. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചു. ഞാൻ തീ ഓഫ് ചെയ്തു. എന്നിട്ട് ഇനി നമുക്ക് ഇത് മാറ്റിയിട്ട് ബിരിയാണി ലെയർ ചെയ്യാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു വലിയ പാത്രം വെച്ചിട്ടുണ്ട്. ആ കൊള്ളുന്ന അത്രയും വേണം, കാരണം നമുക്ക് ലെയർ ചെയ്യാനുള്ളതാണ്. വലിയൊരു പാൻ വയ്ക്കുന്നതാണ് നല്ലത്. അതിൻ്റെ അടിയിൽ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, വെജിറ്റബിൾ ഓയിൽ വളരെ കുറച്ച്. നമ്മൾ ഉണ്ടാക്കി വെച്ച ബീഫിൻ്റെ മിക്സ്ചർ ആദ്യത്തെ ലെയറിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി എല്ലാം ലെയറിങ് ആണ്. ആദ്യം കറി, അത് കഴിഞ്ഞിട്ട് റൈസ്, അത് കഴിഞ്ഞിട്ട് കുറച്ച് നമ്മൾ ഉണ്ടാക്കി വെച്ച ഗരം മസാല, പിന്നെയും വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ കറി ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് റൈസ് ആഡ് ചെയ്ത് കൊടുക്കണം. കണ്ടില്ലേ, 3/4 വേവേ വെന്തിട്ടുള്ളൂ. തമ്മിൽ ഒട്ടിപ്പിടിക്കാൻ പാടില്ല, വെന്ത് കുഴയാൻ പാടില്ല. അപ്പോൾ ബിരിയാണി വെന്ത് കുഴഞ്ഞിരിക്കും. കണ്ടില്ലേ, അറിയാൻ പറ്റും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ. എല്ലാവരുടെയും നന്നായി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, കാരണം എല്ലാ ഫ്ലേവറും എല്ലാവരുടെയും വരണ്ടേ, അതിന് വേണ്ടിയിട്ട്. ഇത് നമുക്ക് ഇനി ദം ചെയ്തിട്ട് ഒരു 20-25 മിനിറ്റ് വെക്കണം. 20 മിനിറ്റ് മതിയാവും, 15-20 മിനിറ്റിൽ റെഡിയാവും. ഇനി നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച ആ ഗരം മസാലയില്ലേ, ബാക്കിയുള്ളത് ഏകദേശം ഒരു 1/4 ടീസ്പൂൺ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. സ്പ്രെഡ് ചെയ്തിട്ട് ആ ഫ്ലേവർ നല്ലോണം വരും, അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് വീണ്ടും ബാക്കിയുള്ള ബീഫിൻ്റെ മസാല സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ബാക്കിയുള്ള അരിയും കൂടെ സ്പ്രെഡ് ചെയ്തിട്ട് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ദം ചെയ്യാൻ വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഇനി ഒരു ലെയർ കൂടെ ആഡ് ചെയ്യാനുണ്ട്. കുറച്ച് കിസ്മിസും കുറച്ച് മല്ലിയിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം ഇതൊന്ന് ദം ചെയ്യാൻ വെക്കാം. ഒരു 5 മിനിറ്റ് ആകുമ്പോഴേക്കും നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതായിട്ടുള്ളൂ. അപ്പം റൈസും ആഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പം അരി മുഴുവൻ എടുക്കുകയാണ്. എനിക്ക് ഒന്നും വേസ്റ്റ് ചെയ്യണത് ഇഷ്ടമില്ല,
അപ്പം അരിയെല്ലാം എടുത്തു, മീൻസ് ചോറെല്ലാം എടുത്തു. എന്നിട്ട് നന്നായി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കുറച്ചൊരു ഒരു ടീസ്പൂൺ വരണ മാതിരി ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ ആ കിസ്മിസും കാഷ്യൂനട്ടും അരച്ച ജാറിൽ, മിക്സിയുടെ ജാറിൽ തന്നെ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തേ ഉള്ളൂ. ഒരു നുള്ള മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചോറിന് ചെറിയൊരു മഞ്ഞൾ കളർ വരാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിത് അടച്ചിട്ട് അടുപ്പ് കത്തിച്ചിട്ട് ലോ ഫ്ലെയിമിൽ വയ്ക്കാം. ഇത് ഞാൻ അപ്പുറത്തെ ഗ്യാസിലോട്ട് മാറ്റാനും പോവുകയാണ്. കാരണം നമുക്ക് ഈ ഗ്യാസിൽ കിസ്മിസും കാഷ്യൂനട്ടും ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു 15-20 മിനിറ്റ് അത്രയും മതിയാവും. അപ്പോഴേക്കും നമ്മുടെ ദം കറക്റ്റായിരിക്കും. ലോ ഫ്ലെയിമിൽ മാത്രമേ ഇട്ട് വയ്ക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. സോ ഞാനത് അപ്പുറത്തെ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു കുഞ്ഞു പാത്രം വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഒരു ടീസ്പൂൺ വരണ മാതിരി നെയ്യ് ഒഴിച്ചു കൊടുത്തു. നെയ്യ് ചൂടായി കഴിഞ്ഞ ഉടനെ അതിലോട്ട് ഒരു 8-10 കിസ്മിസ്, ഇത് ഗുണ്ടുമണികളായി വരണം. അപ്പോൾ ഫ്രൈ ആയിട്ട് വരും. അപ്പോൾ ഇതൊന്ന് വെറുത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് കോരി മാറ്റണം. അത് കഴിഞ്ഞിട്ട് ബാക്കി ഒരു 8-10 കാഷ്യൂനട്ട് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ കിസ്മിസ് ഗുണ്ടുമണികളായി വന്നിട്ടുണ്ട്. ഞാനത് വാങ്ങി. ഇനി നമുക്ക് കാഷ്യൂനട്ട് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്, ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കാഷ്യൂനട്ട്. അപ്പോൾ അതും ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 8-10 എടുത്താൽ മതി. കുറച്ച് മല്ലിയിലയും അരിഞ്ഞു വയ്ക്കാം. പുതിന ഉണ്ടെങ്കിൽ പുതിന കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. പുതിന എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, പിന്നെ ഹസ്ബൻഡിനും വലിയ താല്പര്യമില്ല പുതിന ബിരിയാണിയിൽ. സോ ഞാൻ മല്ലിയില മാത്രമേ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. അതൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറയി കഴിഞ്ഞാൽ ഓഫ് ചെയ്യാം. എന്നിട്ട് അത് വാങ്ങി വയ്ക്കുക. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഓൾറെഡി ചൂട് വന്ന് തുടങ്ങിയിട്ടുണ്ട് പുറത്തേക്ക്. അപ്പം മേലെ ഭാഗത്തേക്കൊക്കെ ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ച കിസ്മിസും കാഷ്യൂനട്ടും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതേമാതിരി ഞാൻ കുറച്ച് മല്ലിയില, ഒരു ടേബിൾ സ്പൂണോളം മല്ലിയില അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ദം ചെയ്യും സമയത്ത് അതിൻ്റെ ഫ്ലേവർ നന്നായി വരും. ഇനി ശരിക്കും ഇതിപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി. അത് കഴിഞ്ഞ ശേഷം ഞാൻ സെർവ് ചെയ്തിട്ട് കാണിച്ചു തരാം. വേറൊരു പാത്രത്തിലാക്കി കാണിച്ചു തരാം. നമുക്ക് ലെയറായിട്ട് കിട്ടും. അത്രേ ഉള്ളൂ. ഇനി ഫർദർ ഞാൻ മിക്സ് ചെയ്യണമൊന്നുമില്ല. ഇതേമാതിരി തന്നെ സെർവ് ചെയ്യാൻ പോവുകയാണ്. 10 മിനിറ്റ് അടച്ച് ലോ ഫ്ലെയിമിൽ ഇട്ട് വയ്ക്കുക. അതിനുശേഷം സെർവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബീഫ് ബിരിയാണി റെഡിയാവും. എന്തായാലും എല്ലാവരും ട്രൈ നോക്കണം. ട്രൈ ചെയ്തിട്ട് എന്തായാലും അഭിപ്രായം പറയുക. കുറച്ച് ലോങ് വീഡിയോ ആണ്, ഉണ്ടാക്കാനും കുറച്ച് ലോങ് ആണ് അറിയാം. പക്ഷേ എന്നാലേ ആ ടേസ്റ്റ് കറക്റ്റായിട്ട് വരുള്ളൂ. ഡീറ്റെയിലായി പറഞ്ഞത് എല്ലാം അറിയാൻ വേണ്ടിയിട്ടാണ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അറിയാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഇതെന്തായാലും ഒരു 10 മിനിറ്റിന് ശേഷം ഞാൻ സെർവ് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ അടപ്പ് തുറന്നു, വേറൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്തു. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും, ഓരോ ലെയറും അറിയാൻ പറ്റും. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും ട്രൈ നോക്കാം. ബൈ.